അനിൽ വിളയിലേക്ക് പോകാം. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രതിനിധിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ഈ കുട്ടിയുടെ അയൽവാസി കൂടിയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട പത്രങ്ങൾ നോക്കിയപ്പോൾ ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴയിൽ കൊണ്ടുവരുന്നു, വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നു, ഈ മരണകാരണം ഈ നിർബന്ധിച്ചുള്ള മതപരിവർത്തനമാണ് എന്നുള്ള വിഷയത്തിലുള്ള വാർത്ത നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ മലയാള മനോരമ വളരെയധികം ശ്രമകരമായി പരിശോധിക്കുമ്പോൾ എവിടെയോ ചെറിയൊരു വാർത്തയുണ്ട്. മാതൃഭൂമിയിൽ അങ്ങനെ ഒരു വാർത്ത കാണാനേ ഇല്ല. കേരള കൗമുദിയിലും ജന്മഭൂമിയിലുമാണ് ഈ വാർത്ത നന്നായി കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങ് ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴ എഡിഷൻ പേജിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. പത്രങ്ങൾ പോലും ഈ വാർത്ത കൊടുക്കാൻ ഭയപ്പെടുകയാണ്. ആരെയാണ് ഭയപ്പെടുന്നത്? ഇവിടെ നടന്നത് എന്താണ്? ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടി മെഡിക്കൽ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നു. അവിടെ കൂടെ പഠിക്കാൻ വന്ന മലപ്പുറംകാരനായ ഒരാൾ അയാൾ ആഗ്രഹിക്കുന്ന മതത്തിലേക്ക് താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ നിർബന്ധപൂർവം മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. അവസാന ശ്വാസം വരെ താൻ ജീവിച്ചു വന്ന, താൻ ജനിച്ചു വളർന്ന ആ മതത്തിൽ നിന്നും മാറാൻ തയ്യാറല്ല എന്നുള്ള ആ കടുംപിടുത്തത്തിൻ്റെ പേരിൽ ആ കുട്ടി മരിക്കാനിടയാകുന്നു. ഇത് വാർത്തയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ കഴിയുക? മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടുന്നില്ല, ആരും ഒരു അനുശോചനം പോലും പറയുന്നില്ല. ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അഡ്വക്കേറ്റ് അനിൽ വിളൈ. അയൽവാസി അല്ല എങ്കിലും അടുത്തടുത്ത പ്രദേശത്തുള്ളതാണ് ഈ കുട്ടി. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. നമ്മുടെ ഈ ചർച്ചാ വിഷയത്തില് നാഷണൽ ലീഗിന്റെ പ്രതിനിധി വിനോദ് കുമാറിന്റെ ചോദ്യത്തിന് ഇപ്പോഴെങ്കിലും അപലപിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. കാരണം പഞ്ചാബിൽ ഒരു പട്ടി ചത്താലോ UP-യിൽ ഒരു പശു ചത്താലോ ഇവിടെ വലിയ പ്രതിഷേധങ്ങളും കോലാഹലങ്ങളും നടക്കുന്ന ഒരിടമാണ് കേരളം. സദ്ദാം ഹുസൈൻ മരിച്ചാല് ഹർത്താലും ബന്ധം നടത്തുന്നതാണ് ഇവിടെ. തീവ്രവാദി മരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ പോലും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് ഇവരൊക്കെ തന്നെ കൊട്ടിഘോഷിക്കുകയാണ്. അതേ സമാന സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ലവ് ജിഹാദ്, നമ്മൾ ഇനി ആ വാക്ക് ഒഴിവാക്കണം. ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കണം. ഇതൊരു ട്രാപ്പ് ജിഹാദാണ്. ലവ് ജിഹാദ് അല്ല, ഞങ്ങൾ ഇന്ന് ഉപയോഗിച്ചത് കിൽ ജിഹാദ്. അതെ, അത് ഞാൻ പറഞ്ഞത് ലവ് ജിഹാദ് അല്ല, ട്രാപ്പ് ജിഹാദ് ആണ്, അല്ലെങ്കിൽ കിൽ ജിഹാദ് ആണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം തന്നെ. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര്, ഈ ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം ആണെങ്കിലും ഖുറാനെ പറ്റി സമഗ്രമായി പഠിച്ചിട്ടുള്ള ആളാണ്. ശ്രീ ഹാഷിം അരിയിലാണെങ്കിലും ഖുറാനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. ഖുറാൻ എന്ന് പറഞ്ഞ ലോകത്തിൽ ഇത്രയധികം തെറ്റായ വ്യാഖ്യാനങ്ങൾ പല ഉസ്താദുമാരും നടത്തുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഖുറാൻ തന്നെയാണ്. ഓരോ ഉസ്താദും അയാളുടെ താല്പര്യത്തിനനുസരിച്ചു കൊണ്ടാണ് ഖുറാനെ വ്യാഖ്യാനിക്കുന്നത്. ഈ ഖുറാനിലെ 2:221 എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഈ ലവ് ജിഹാദിന് പ്രേരണ കൊടുക്കുന്നതും അത് കിൽ ജിഹാദിലേക്ക് പോകുന്നതിനും കാരണമായിട്ടുള്ളതാണ് ആ വ്യാഖ്യാനം എന്നാണ് ഞാനൊന്ന് ഖുറാന്റെ മലയാളം തർജ്ജിമ ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹം അതൊന്ന് പരിശോധിച്ചോട്ടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബഹുദൈവ വിശ്വാസിയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം നീ ഒരു അടിമയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണെന്ന് ഖുറാന്റെ 2:221 വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതാണ് ഇവിടെയും ഉണ്ടായ സംഭവം. ഇവിടെ എന്താണ്, ഒരു 23 വയസ്സുകാരൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഏത് വർഷമാണെന്ന് അറിയില്ല, പക്ഷെ ഈ പെൺകുട്ടി അഡ്മിഷൻ എടുത്ത് അങ്ങോട്ട് പോയത് മാത്രമേ ഉള്ളൂ. ഈ ചെന്ന് ദിവസങ്ങൾക്കകം തന്നെ ഇവര് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിട്ട് അതൊരു വലിയ കൊലപാതകത്തിലേക്ക് നടന്നിട്ടുണ്ട് എങ്കിൽ ഇത് യഥാർത്ഥത്തിലുള്ള കിൽ ജിഹാദ് തന്നെയാണ്. ഈ കിൽ ജിഹാദ് ഈ ഒരു പെൺകുട്ടിയിൽ മാത്രമല്ല, നമ്മളുടെ മുമ്പിൽ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. 1, 2, 3 അല്ല, ഞാൻ അക്കമിട്ട് ഈ ഇരിക്കുന്നിരിപ്പിൽ തന്നെ ഒരു 15ഓളം ഉദാഹരണങ്ങൾ പറയാം. ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം ഹിന്ദു പെൺകുട്ടികളോ ക്രൈസ്തവ പെൺകുട്ടികളോ വേട്ടക്കാരനായിട്ട് നിൽക്കുകയും ഇന്ന് ജീവിച്ചിരിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ചെറുപ്പക്കാരുമാണ്. നമ്മൾ കുറെ കാലത്തിന് മുമ്പ് തന്നെ നമ്മൾ നോക്കുക, കേരളത്തിലെ ഒരു ഉദാഹരണം പറയാം. ഇവിടുത്തെ SFI DYFI തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക നായകന്മാർ എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ട്. ഈ എറണാകുളം മഹാരാജാസ് കോളേജില് പെരിന്തൽമണ്ണ സ്വദേശിയായ അശോക് കുമാർ ശൈലജ ദമ്പതികളുടെ ഒരു മകൾ, മിടുക്കിയായ മകൾ അനുജ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി പഠിച്ചിരുന്നു. സിവിൽ സർവീസ് സ്വപ്നം കണ്ട് പഠിച്ചിരുന്ന ആ പെൺകുട്ടി എവിടെയാണ് ഇന്ന്? സ്വർഗലോകത്തിലാണോ നരകത്തിലാണോ എന്നറിയില്ല.
തല മൊട്ടയടിച്ച് ശരീരം മുഴുവൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആത്മഹത്യ ചെയ്ത ആ അനുജയ്ക്ക് വേണ്ടി ഇവിടുത്തെ SFIക്കാരനോ DYFIക്കാരനോ ഒരിറ്റ് കണ്ണീര് പോലും വീഴ്ത്തിയില്ല, ഒരു മെഴുകുതിരി പോലും കത്തിച്ചില്ല. ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇതേപോലെ നോക്കുക, ഒരു ലവ് ജിഹാദിന്റെ ഇരയായിരുന്നു സോന. റമീസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. സോന ഇന്നില്ല, റമീസ് ജീവിച്ചിരിക്കുകയാണ്. അനുജ, ഞാൻ നേരത്തെ പറഞ്ഞ അനുജ ഇന്നില്ല, ഖലീൽ ജീവിച്ചിരിക്കുകയാണ്. ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മുഹമ്മദ് ജീവിച്ചിരിക്കുകയാണ്. നന്ദ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഷുഹൈബ് ബാക്കിയാണ്. ശ്രദ്ധ എന്ന ഡൽഹിക്കാരിയായ പെൺകുട്ടി ഇന്നില്ല, അഷ്താഖ് എന്ന് പറയുന്ന യുവാവ് ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. ധന്യ എന്ന ഹിന്ദു നാമധാരി ഇന്നില്ല, ഷക്കീർ ബാക്കിയായിട്ടിരിക്കുകയാണ്, പാലക്കാടാണ്. ഷൈമ എന്ന പെൺകുട്ടി, രേഷ്മ എന്ന പെൺകുട്ടി ഇന്നില്ല, പക്ഷെ അയ്യൂബ് എന്ന് പറയുന്ന കോട്ടയം സ്വദേശി ഇന്നുണ്ട്. സജിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയില്ല, അയ്യൂബ് എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയുണ്ട്. ടിനു എന്ന് പറയുന്ന അടുത്ത കാലത്ത് കോതമംഗലത്ത് മരണപ്പെട്ട പെൺകുട്ടിയുണ്ട്, ക്രിസ്ത്യാനി പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യ ഇങ്ങനെ വിരലിലെണ്ണാവുന്നതല്ല. ഒരു കൈ കൊണ്ടോ രണ്ട് കൈ കൊണ്ടോ എണ്ണിത്തീരാത്തത്ര കിൽ ജിഹാദുകളുടെ ഇരയായിട്ട് ഈ കൊച്ചു കേരളത്തിലെ 100 കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ നോക്കൂ, എത്രയോ സങ്കടകരമായ വസ്തുതകളാണ് ആ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. ഈ ഒരു 23 വയസ്സുകാരനെ ഈ നമ്മുടെ ആദ്യഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്താണ്? ഒരു ലാപ്ടോപ്പ് വെച്ച് ഈ പെൺകുട്ടിയുടെ തലയ്ക്കൊരു അടി അടിച്ചു, അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. ശരി, സ്വാഭാവികമായ ഒരു തർക്കം ഉണ്ടായപ്പോൾ ഒരടിക്ക് സംഭവിക്കുന്ന നമുക്കറിയാം കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് നിയമത്തിന്റെ ഭാഷയിൽ പറയും. മനഃപൂർവമായ ഉദ്ദേശത്തോടോ ലക്ഷ്യത്തോടോ അല്ലാതെ സംഭവിക്കുന്നതാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതാണോ, മുടി മുതൽ കാലിലെ നഖം വരെ കൊടും പീഡനത്തിന് ഇരയാക്കി ആ ഒരു പെൺകുട്ടിയെ ജീവച്ഛവമാക്കി ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയ കൊടും ഭീകരനെ ഇതിലേക്ക് എത്തിച്ചത് എവിടെയാണ്? ഏത് ഖുറാനിലാണ്, ഏത് മതപണ്ഡിതനാണ് ഇവനെ ഇത്തരത്തിലുള്ള ഒരു വിഷമാക്കി മാറ്റിയത് എന്നുള്ളതിനെ പറ്റി പരിശോധന നടത്തണം. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് ഒരൊറ്റ ആള് പോലും പ്രതികരിച്ചില്ല. ഒരു രാഷ്ട്രീയ നേതാവ് പോലും ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. കാരണം എന്താണ്? പോയാൽ ചിലപ്പോൾ ആ വീട്ടിലെ ജീവിച്ചിരിക്കുന്ന ബാക്കി 3 വോട്ട് കിട്ടും, പോയില്ലെങ്കിലോ കിട്ടുന്നത് 300 3000 വോട്ടുകളാവും. അതാണ് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാരും ഹിന്ദു പെൺകുട്ടികളും തമ്മിലുള്ള എല്ലാ വിവാഹങ്ങളും ലവ് ജിഹാദ് ഒന്നുമല്ല. മുക്കത്തെ മൊയ്തീനും കാഞ്ചനമാലയും തമ്മിലുള്ള വിവാഹത്തിലെ ലവ് ജിഹാദ് എന്ന് ആരും ഒരു കാലത്തും പറയാറില്ലല്ലോ, പറയത്തില്ല. റഹീമിന്റെ കല്യാണം ലവ് ജിഹാദ് എന്ന് നമ്മൾ ആരും പറയാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി കേരളത്തിലെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ വരികയാണ്. റിട്ടയർഡ് SP ആയിട്ടുള്ള സുഭാഷ് ബാബു സാർ സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. അത് കേരളത്തിലൊരു അവസ്ഥയാണ്. പക്ഷെ സർവീസിൽ ഇരുന്നപ്പോൾ പറഞ്ഞൊരു വ്യക്തിയുണ്ട്, സെൻകുമാർ. സർവീസിൽ DGP ആയിരുന്നപ്പോൾ ശ്രീലേഖ മിണ്ടിയിട്ടില്ല, ജേക്കബ് പുന്നൂസ് മിണ്ടിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറെ കാലത്തിനു മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റേഴ്സിന്റെ മുമ്പിൽ നടന്ന ഒരു ഫുൾ പേജ് ചർച്ചയില്, ഒരു ഫുൾ പേജ് ഇന്റർവ്യൂല് ജേക്കബ് തോമസ് പറഞ്ഞൊരു ജേക്കബ് പുന്നൂസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. കേരളത്തിലെ മെത്രാൻ സിനഡ് പാസാക്കി ആലഞ്ചേരി പിതാവ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന്. പാലാ അതിരൂപത പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന്. ഞങ്ങള് ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ കേരളത്തിൽ ശരാശരി പ്രതിദിനം 8ഓളം ലവ് ജിഹാദ് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. 20-25 എണ്ണം കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ നോട്ടീസ് ബോർഡിലുണ്ട്. ഞങ്ങൾ അതിനെ വിട്ടു. അതിന്റെ 1/3 എടുത്താൽ തന്നെ ആ 1/3 ലവ് ജിഹാദ് തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ആസൂത്രണമുണ്ട്. വളരെ വ്യക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഈ ലവ് ജിഹാദിന്റെ പിറകിലുണ്ട്. ഈ ദവാ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഈ പെൺകുട്ടികള്, വിദ്യാർത്ഥിനികള്, പ്രൊഫഷണലുകള്, നിയമജ്ഞര്, മനഃശാസ്ത്രജ്ഞര്, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദവാ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തില് ഈ ലവ് ജിഹാദിന്റെ ഇരകളെ കണ്ടെത്താൻ ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥിനികൾ ലവ് ജിഹാദിന്റെ ഇരകളെ കണ്ടെത്തും. അതിനുശേഷം അവരെ മതം പഠിപ്പിക്കും. സത്യസരണി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി മതം പഠിപ്പിക്കും. ആ സമയത്തേക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കും. ആ സമയത്ത് നിയമ വിദഗ്ധർ ഈ കുട്ടിയെ നിയമം പഠിപ്പിക്കും. ഹൈക്കോടതി ചെല്ലുമ്പോൾ ജഡ്ജിയുടെ മുമ്പിൽ എന്തു പറയണം, അതിനുവേണ്ടി മാനസികമായി തയ്യാറാക്കാൻ മനഃശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഇവരുടെ വിവാഹ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുടെ എല്ലാം കൂടെ ചേർന്ന ദവാ സ്ക്വാഡാണ് കേരളത്തിലെ എല്ലാവിധമായിട്ടുള്ള ഈ ട്രാപ്പ് ജിഹാദുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ. അതിന് വിദേശത്തു നിന്നൊക്കെ പെട്രോൾ ഡോളർ 100 കണക്കിന് കോടി ഡോളർ ഇതിന്റെ പിറകിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, എല്ലാ ചർച്ചകളിലും നമ്മൾ പറയുന്നതാണ്, കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു സാഹിത്യകാരിയുടെ
ആ ട്രാപ്പ് ജിഹാദിന്റെ കഥ പറയുമ്പോൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അതിന്റെ കണക്കുകൾ. ഇന്നും ആരും നിഷേധിച്ചിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പരേതനായ VS അച്യുതാനന്ദന് 2010 ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി ഈ ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എന്തേ മിണ്ടിയില്ല? അച്യുതാനന്ദൻ പറഞ്ഞ കാരണത്തിലാണ്. കുറെ കാലത്തിന് മുമ്പ് കേരള നിയമസഭയിലെ ഒരു രേഖയിൽ പറയാം, 2012 ജൂൺ മാസം 25 CPM-ന്റെ MLA ആയിരുന്ന KK ശൈലജ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ചോദ്യം എന്തായിരുന്നു എന്നറിയാവോ? 2006 തൊട്ട് 2012 വരെ കേരളത്തിൽ നടന്നിട്ടുള്ള മതപരിവർത്തനങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. ആ കണക്കിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് 7713 പേരാണ് ഈ ഇസ്ലാം മതത്തിലേക്ക് ആ 5-6 വർഷക്കാലം കൊണ്ട് മാറിയത്. അതിനകത്ത് 2667 ഹിന്ദു പെൺകുട്ടികള്, ഓർക്കണം, 492ഓളം വരുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികള് ഈ മുസ്ലിം മതത്തിലേക്ക് പോയി. പക്ഷെ ഹിന്ദു മതത്തിലേക്ക് വന്നത് വെറും 2 പേരാണെന്ന് നിയമസഭയിൽ രേഖ കിടക്കുകയാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് ശക്തി? ഇതിന്റെ പിന്നിൽ പണം മാത്രമല്ല, ഇത് കേരളത്തിലെ ഈ ജിഹാദി ശക്തികൾ ഇസ്ലാമികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ജനസംഖ്യ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അഖില എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കേസ് നടന്ന സമയത്ത് അതിനുശേഷം നടന്ന ഒരു ദേശീയ മാധ്യമത്തോട് ആ കല്യാണം നടത്തുന്നതിന് വേണ്ടി വളരെ വലിയ ത്യാഗം സഹിച്ച സൈനബ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് ഒരു ഇന്റർവ്യൂ കൊടുത്തൊരു ദേശീയ ദിനപത്രത്തിന്, തേജസ് ദിനപത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന അഹമ്മദ് ഷെരീഫും ഈ സൈനബയും കൂടെ ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ലവ് ജിഹാദ് നടത്തുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, അത് ഞങ്ങളെ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് ഒരു രഹസ്യ ഓപ്പറേഷൻ വഴി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ലവ് ജിഹാദ് അല്ല, ഇത് ട്രാപ്പ് ജിഹാദാണ്, ഇത് കിൽ ജിഹാദാണ്, ഇത് ജനോസൈഡ് ജിഹാദ് എന്ന് തന്നെ വാക്ക് പറയേണ്ടി വരും. കേരളത്തിലെ ഒരു തലമുറയെ ജനിപ്പിക്കേണ്ട ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന വളരെ ആസൂത്രിതമായ ശ്രമം. ഞാൻ പറഞ്ഞ ലിസ്റ്റ് തന്നെ നോക്കൂ, എത്രയോ എണ്ണം. പിന്നെ കുറച്ചെണ്ണം എവിടാണ് ഇന്ന്? അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണോ എന്ന് അറിയത്തില്ല, സിറിയയിലെ ജയിലിലാണോ എന്ന് അറിയത്തില്ല. അത്രമാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രീ ഹാഷിം അരിയിൽ ഇത് കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് ചിലപ്പോൾ ചില ന്യായീകരണങ്ങൾ കാണും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ ആരിഫ് ഹുസൈനും മറുപടി പറയേണ്ടതാണ്. എനിക്കറിയില്ല, ഖുറാന്റെ മലയാളം തർജിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ബഹുദൈവ വിശ്വാസിയായ ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം ഒരു അടിമ സ്ത്രീയെ, ഏകദൈവ വിശ്വാസിയായ ഒരു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ടുണ്ട്. അതാണ് ഈ മരണത്തിന്റെ പിന്നിൽ സംഭവിച്ചത്. ഈ പയ്യൻ എന്താണ് വിചാരിച്ചത്? അപ്രകാരം ഇവളെ നിർബന്ധിക്കുന്നു. ഇവള് ഹിന്ദു നാമധാരിയാണ്. ഈ പെൺകുട്ടി ഹിന്ദു നാമധാരി, ബഹുദൈവ വിശ്വാസിയാണ്. ആ കുട്ടിയെ നിർബന്ധിച്ച് ഏകദൈവ വിശ്വാസ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇത്. ചിലപ്പോൾ ആ അടി കൊടുത്ത് ഒറ്റ ദിവസം സംഭവിച്ച പരിക്കായിരിക്കണമെന്നില്ല. എല്ലാ ദിവസവും ഇതിനെ ഇപ്രകാരം പീഡിപ്പിച്ചുകൊണ്ടായിരിക്കും തല തൊട്ട് പാദം വരെ ഇത്രപാട് ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറയുന്നത്, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഈ സാംസ്കാരിക നായകന്മാരുടെ വായിലെ നാക്ക് എവിടാണ് എന്ന് ഒന്ന് പരിശോധിക്കണം. ഉത്തർപ്രദേശിന് വേണ്ടിയും ആസാമിന് വേണ്ടി കരയുന്ന നാണമില്ലാത്ത വർഗമായി കേരളത്തിലെ സാംസ്കാരിക നായകരൊക്കെ എവിടെ പോയി? അവർക്ക് ഇക്കാര്യത്തിൽ പ്രതികരണമില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞതുപോലെ അവർ കൃത്യമായി വോട്ടിൻ്റെ എണ്ണം നോക്കി അതിൻ്റെ തൂക്കം നോക്കി മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ. പക്ഷേ ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആ സമൂഹം എവിടെ പോയി? ഈ ഒരു പെൺകുട്ടി, മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല.